ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, നമ്മുടെ ഇടയിൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ടാകും, എല്ലാവർക്കും ഓരോരോ പരിമിതികളുണ്ടാകും. ചില ആളുകളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാകും, പക്ഷേ സന്തോഷവും സമാധാനം ഉണ്ടാകില്ല, രോഗങ്ങളായിരിക്കും. ചില ആളുടെ കയ്യിലോ രോഗങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ പൈസയും ഉണ്ടാവില്ല. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ടാകും. അതിനിടയിൽ പെട്ട ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അമല് അല്ലെങ്കിൽ ഇൽമില്ല എന്നുള്ളത്. ഇസ്ലാമിലെ കാര്യങ്ങളെക്കുറിച്ച് ഇൽമില്ലാത്തത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരിമിതി തന്നെയാണ് അല്ലേ. അത് തെറ്റൊന്നല്ല, പക്ഷേ നമുക്കത് വേണം എന്നൊരു ആഗ്രഹം ഉണ്ടാവണം. എനിക്ക് ഖുർആൻ അറിയില്ല. ഇപ്പോൾ ഒരു ആൾക്ക് സപ്പോസ് ഖുർആൻ ഓതാൻ അറിയില്ല, അപ്പോൾ ചെറുപ്പത്തിൽ പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റിയ സാഹചര്യത്തിലായിരിക്കില്ല. പക്ഷേ എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിന് പകരം എങ്ങനെ ഞാൻ ആ ഒരു പ്രശ്നത്തെ മറികടക്കാം, എങ്ങനെ എനിക്കറിയില്ല എന്ന് പറയുന്ന ആ ഒരു കുറവിനെ, എൻ്റെ ആ ഒരു കുറവിനെ ഞാൻ എങ്ങനെ മാറ്റിയെടുക്കാം, എങ്ങനെ എനിക്കത് കഴിവാക്കി മാറ്റാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഖുർആൻ ഓതാൻ അറിയില്ല എന്നുള്ളത് അത്ര വലിയ തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേങ്കിലും നമ്മളിപ്പോൾ അത് തെറ്റൊന്നുമല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാതെ നമ്മൾ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പരിഹരിക്കാൻ നമ്മുടെ മുമ്പിൽ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അതിൽ പെട്ട ചെറിയൊരു മാർഗ്ഗത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇൻഷാ അല്ലാ നമുക്ക് നോക്കാം. ഖുറാനിക് റൂട്ട്സ് അക്കാഡമി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അതിൽ ഖുറാനിക് റൂട്ട്സ് അക്കാഡമിയുടെ കീഴിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഖുറാൻ ഓതാൻ പഠിക്കാൻ, നല്ല മനുഷ്യനാകാൻ, കാര്യങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്നതായിരിക്കും ഖുറാനിക് റൂട്ട്സ് അക്കാഡമിയിലെ ക്ലാസ്സുകൾ. അപ്പോൾ ഇൻഷാ അല്ലാ ഇത് നിങ്ങൾക്ക് ഞാൻ അറബി പഠിക്കാൻ, അല്ലെങ്കിൽ ഖുർആൻ ഓതാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അത് പഠിക്കാനാണ്, ഒട്ടും അറിയാത്ത ഒരാളാണെങ്കിൽ പോലും അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാം. ഇൻഷാ അല്ലാ ഒരുപാട് ആൾക്കാർ അൽഹംദുലില്ലാ നമ്മുടെ ഇടയിൽ ഇരുന്നിട്ട് പഠിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഖുർആൻ ഓതാൻ ഒട്ടും അറിയാത്ത ആൾക്കാർ പോലും നല്ല രീതിയിലൊക്കെ ഖുർആൻ ഓതാൻ പറ്റിയിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അൽഹംദുലില്ലാ അതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണല്ലേ. അപ്പോൾ നിങ്ങൾക്കും എന്ത് ചെയ്യണം, നിങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മുടെ പണം അല്ലെങ്കിൽ നമ്മുടെ സമയമൊക്കെ എന്തിന് ചിലവഴിച്ചു എന്ന് പഠിച്ചോൻ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും നല്ല കാര്യങ്ങളും വേണ്ടേ നമ്മുടെ ഡിക്ഷണറിയിൽ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, താല്പര്യമുള്ളവരൊക്കെ, ഖുർആൻ ഓതാൻ അറിയില്ല എന്നുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു ഖുറാനിക് റൂട്ട്സ് അക്കാഡമിയുടെ ഖുർആൻ പഠിക്കാനുള്ള ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഇൻഷാ അല്ലാ 20 ദിവസം കൊണ്ടാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. 20 ദിവസം കൊണ്ട് ഖുർആൻ ഒട്ടും അറിയാത്ത ഒരാളാണെങ്കിൽ പോലും ഖുർആൻ ഓതുന്നത് വരെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം ഖുർആനിലെ അക്ഷരങ്ങൾ, പിന്നെ പദങ്ങൾ, ഓരോരോ പദങ്ങളായിട്ട് നമ്മൾ പഠിക്കും. പിന്നെ അതിന് ശേഷം ഓരോരോ സെൻറ്റൻസ്, പിന്നെ പാരഗ്രാഫ്, പിന്നെ ഖുർആനിൽ ഓരോ സൂറത്തുകൾ നമ്മൾ ഓതാൻ പഠിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ തജ്വീദിൻ്റെ നിയമങ്ങളുള്ള വേറെ ക്ലാസ്സുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം. അപ്പോൾ ഖുർആൻ ക്ലാസ്സിന്, അല്ലെങ്കിൽ ഖുർആൻ ഒട്ടും ഓതാൻ അറിയാത്ത ഒരു ആളായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, വലിയ ആൾക്കാരായിക്കോട്ടെ, ആരായാലും പ്രായപരിധി ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫീ എന്ന് പറയുന്നത് നമുക്ക് 2 തരത്തിലുള്ള ക്ലാസ്സുകളാണ്. ബാച്ചുകളായിട്ടുള്ള ക്ലാസ്സുകളുണ്ട്, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. ബാച്ചായിട്ടുള്ള ക്ലാസ്സിന് വരുന്ന ഫീ എന്ന് പറയുന്നത് 800 രൂപയാണ്. എന്നാൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് എടുത്ത്, നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സമയത്തിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് ക്ലാസ് കേൾക്കാൻ പറ്റും. അല്ലാതെ നമ്മുടെ സ്വന്തമായിട്ട് നമ്മുടെ നമ്പറിൽ പേഴ്സണലായിട്ട് നമ്മൾ ക്ലാസ് വേണമെന്നുണ്ട്. ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ പറ്റും, പേഴ്സണൽ ആയിട്ടുള്ള ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഫീ വരുന്നത് 1000 രൂപയാണ്. ബാച്ച് ആകുമ്പോൾ 800, പേഴ്സണലൈസ്ഡ് ആകുമ്പോൾ 1000 രൂപയാണ് ഫീ വരുന്നത്. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ നഷ്ടപ്പെടില്ല. ഖുർആൻ പഠിക്കാനല്ലേ, പൈസ ഒരിക്കലും ചിലവാക്കി എന്നൊരു തോന്നൽ ഉണ്ടാവില്ല. കാരണം നമ്മുടെ ഖുർആൻ പഠിക്കാനല്ലേ, നമുക്കതൊന്നും ഒരിക്കലും ഒരു നഷ്ടമായി തോന്നില്ല. ഖുർആൻ നല്ല രീതിയിൽ ഒട്ടും അറിയാത്തവരാണെങ്കിൽ പോലും ഖുർആൻ നല്ല രീതിയിൽ പഠിച്ചെടുക്കാം. നല്ലൊരു അവസരമാണ്, ആരും പാഴാക്കരുത്. നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളിലേക്ക് ഇറങ്ങിയ മാസമാണല്ലേ, അല്ലെങ്കിൽ നമ്മളിലേക്ക് വന്ന മാസമാണല്ലേ റബീഉൽ അവൽ എന്ന് പറയുന്നത്. ഈ റബീഉൽ അവൽ മാസം നബി തങ്ങൾ ജനിച്ച ആ ഒരു ഇത് കാരണം തന്നെ എത്രയോ മാറ്റങ്ങൾ നമ്മുടെ ലോകത്ത് സംഭവിച്ചു. നമ്മൾ മുസ്ലിങ്ങൾ, ഇത്രയും മുസ്ലിങ്ങൾ ഈ ഒരു ലോകത്തുണ്ടാവാൻ തന്നെ കാരണമായിട്ടുള്ള മുത്തുനബി തങ്ങൾ ഇത്രയും മാറ്റങ്ങൾ നമ്മുടെ ലോകത്ത് വരുത്തി. അതുകൊണ്ട് തന്നെ ഈ റബീഉൽ അവൽ മാസത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാ ഖുർആൻ പഠിക്കൽ തന്നെ ആയിക്കോട്ടെ, ഖുർആൻ അറിയാത്തവർക്കുള്ള മാറ്റം. അപ്പോൾ 1000 രൂപയുടെ കാര്യം, 800 രൂപയുടെ കാര്യം മറക്കണ്ട. ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ടതെന്ന് കൂടി പറഞ്ഞുതരാം. ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മോർ എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കിടക്കും. അറിയാത്തവരും ഉണ്ടാവും കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ഞാനൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത, നിങ്ങളുടെ നമ്പർ വേറെ ആർക്കും കാണാൻ പറ്റില്ല. ചില ആളുകൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല, നിങ്ങൾക്കും കാണാൻ പറ്റില്ല. അഡ്മിന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട്, ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അംഗമാവുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും,
നമ്മൾ പേഴ്സണലായിട്ട് വിളിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് നമ്മളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇൻഷാ അല്ലാ ആരും നീട്ടി വെക്കേണ്ടതില്ല, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. റബീഉൽ അവ്വലിൻ്റെ പുണ്യമാസമല്ലേ. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.